ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വാഴ 2 എന്ന മൂവിയാണ്. വാഴ ഫസ്റ്റ് കാണാത്തവർക്കും ഈ ഒരു മൂവി കാണാം. ഇതൊരു പുതിയ സ്റ്റോറിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീട് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഹാഷിറിന്റെ വീടാണ്. മരിച്ചുപോയ അവന്റെ ഉപ്പയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയായിരുന്നു അവിടെ. ഇതാണ് ഹാഷിറിന്റെ ഉമ്മ. അവർ പ്രഗ്നന്റ് ആയിരുന്നു. ഹാഷിറിന്റെ ഉറ്റ സുഹൃത്താണ് അലൻ. അലന്റെ ഉമ്മയും പ്രഗ്നന്റ് ആയിരുന്നു. ഇവർ രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നത് തങ്ങൾക്കൊരു അനിയനെ കിട്ടണമെന്നായിരുന്നു. അലൻ ഹാഷിറിന്റെ കൂടെ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവന്റെ ഉമ്മ വേദന കൊണ്ട് എന്താണ് പെട്ടെന്ന് തന്നെ അവൻ ഉപ്പയെ വിളിക്കുന്നു. ഇതാണ് അലന്റെ ഉപ്പ, ഷിയാസ് എന്നാണ് അയാളുടെ പേര്. അവരെല്ലാവരും ചേർന്നിട്ട് അലന്റെ ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അലൻ ആഗ്രഹിച്ച പോലെ അവന്റെ അനിയനല്ല ജനിച്ചത്, അനിയത്തിയാണ് ജനിച്ചത്. കുറച്ചു ദിവസങ്ങൾക്കകം വെച്ചിട്ട് ഹാഷിറിന്റെ ഉമ്മയും പ്രസവിക്കുന്നു. എന്നാൽ ഹാഷിർ ആഗ്രഹിച്ച പോലെ അവന്റെ അനിയനാണ് ജനിച്ചത്. ഹാഷിറിന്റെ അനിയൻ ജനിക്കുകയും അലൻ അനിയനെ കിട്ടാതിരിക്കുകയും ചെയ്തതോടുകൂടി അവന് കുറച്ച് വിഷമം തോന്നുന്നു. കൂടെ കളിക്കാൻ ഒരു അനിയൻ ഉണ്ടാകണമെന്ന് അലൻ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ അതൊന്നും കുഴപ്പമില്ല, എന്റെ അനിയൻ നിന്റെ അനിയനെ പോലെ തന്നെയല്ലേ എന്ന് ഹാഷിർ എപ്പോഴും അലനോട് പറയും. തനിക്ക് അനിയത്തി ജനിച്ച ശേഷം തന്റെ ഉമ്മാക്കും ബാപ്പാക്കും എപ്പോഴും അനിയത്തിയെ മാത്രം മതി, എന്നെ ഒന്നിനും വിളിക്കാറില്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ ഹാഷിർ പറയുന്നുണ്ട്, എനിക്ക് അനിയൻ ജനിച്ച ശേഷവും എന്റെ ഉമ്മയ്ക്ക് എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം, എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഹാഷിർ ആ പറയുന്നത് സത്യമാണെന്ന് അലനും മനസ്സിലായി. ഹാഷിർ എങ്ങോട്ട് പോയാലും അവന്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിക്കും. കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അവനെ വിളിക്കും. വിളി കേൾക്കുമ്പോഴേ അവൻ ഓടിപ്പോകും. അനിയൻ ജനിച്ചിട്ടും ഹാഷിറിന് അവന്റെ വീട്ടിലുള്ള വിലയൊന്നും പോയിട്ടില്ല എന്ന് അലന് തോന്നുന്നു. എന്നാൽ പിന്നീടാണ് അലൻ ആ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഹാഷിറിന്റെ ഉമ്മ അവനെ വിളിച്ചുകൊണ്ടിരുന്നത് അവന്റെ അനിയന്റെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അനിയന്റെ ഡ്രസ്സ് എടുത്തു കൊടുക്കാനും അനിയനെ കുളിപ്പിക്കാൻ സഹായം ചോദിക്കാനും വീട്ടിലെ പല ജോലികൾക്കും ആയിരുന്നു. അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എപ്പോഴും അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിയൊക്കെ അനിയനുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഹാഷിറാകട്ടെ ഇപ്പൊ തനിക്കൊരു അനിയൻ വേണ്ടിയിരുന്നില്ല, അനിയത്തി മതിയായിരുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഉമ്മ എപ്പോഴും അനിയനോടാണ് സ്നേഹം കൂടുതൽ കാണിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ചുകൂടി വലുതായി. ഹാഷിറിന് മീൻ വളർത്തുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന് മീനിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജോലി പറഞ്ഞ് അവന്റെ ഉമ്മ അവനെ വിളിക്കും. അനിയന്റെ കാര്യങ്ങളിൽ മാത്രം ഉമ്മ ഇത്രയ്ക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഹാഷിറിന് വിഷമം ഉണ്ടായിരുന്നു. മീനെ സ്കൂളിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും എല്ലാം ഹാഷിറായിരുന്നു. ഒരു ദിവസം അവനാകട്ടെ മീനിന് തീറ്റ കൊടുക്കാൻ പോയപ്പോ അവന്റെ അമ്മയാകട്ടെ അവനെ വഴക്ക് പറയുന്നു. നിന്റെ അനിയന്റെ ലഞ്ച് ബോക്സ് എവിടെയെന്ന് ചോദിക്കുന്നു. അതെനിക്കറിയില്ല, അവന്റെ അടുത്ത് പോയി ചോദിക്കാൻ പറയുന്നു. എന്നാൽ അവന്റെ അനിയൻ അത് സ്കൂളിൽ മറന്നു വെച്ചിട്ട് വന്നിരുന്നു. ഇതൊക്കെ നിന്റെ ഉത്തരവാദിത്വമല്ലേ, നീയല്ലേ ഇതൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് എടുത്തുകൊണ്ട് വരണ്ടെന്ന് ചോദിച്ചിട്ട് അവന്റെ ഉമ്മ അവനെ വഴക്ക് പറഞ്ഞു. മര്യാദയ്ക്ക് ആ പാത്രം കൊണ്ടുവന്നിട്ട് ഇനി നീ മീനിന് തീറ്റ കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് മീനിന്റെ തീറ്റ അടങ്ങുന്ന കുപ്പിയും വാങ്ങി അവർ കിച്ചണിലേക്ക് പോയി. അനിയന്റെ ലഞ്ച് ബോക്സ് കൊണ്ടുകൊടുക്കാതെ അമ്മ മീനിന് കൊടുക്കാനുള്ള തീറ്റ തരില്ല, മീൻ പട്ടിണി കിടക്കണ്ടെന്ന് കരുതിയിട്ട് അവൻ ഈ കാര്യം അലനോട് പറയുന്നു. നിന്റെ കൂടെ ഞാനും സ്കൂളിലേക്ക് വരാമെന്ന് അലൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും രാത്രിയിൽ സ്കൂളിൽ പോയി ഹാഷിറിന്റെ അനിയൻ മറന്നു വെച്ച ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് വരുന്നു. അത് ഉമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് ഹാഷിർ അവരോട് പറയുന്നുണ്ട് തന്റെ മീനിന്റെ തീറ്റ തരാൻ. എന്നാൽ മര്യാദയ്ക്ക് അത് കഴുകി വെച്ചിട്ട് വന്നാൽ മാത്രമേ മീനിന്റെ തീറ്റ തരൂന്ന് അവർ പറയുന്നു. കഴുകാതെ അന്നത്തെ ദിവസം മുഴുവൻ ആ പാത്രം ഇരുന്നത് കാരണം അതിന് നല്ല സ്മെല്ലുണ്ടായിരുന്നു. കുറച്ച് അറപ്പോട് കൂടിയാണെങ്കിലും അവൻ അതെല്ലാം ക്ലീൻ ചെയ്ത് ഉമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഇനി മീനിന്റെ തീറ്റ തരാൻ പറഞ്ഞപ്പോൾ അവര് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം മീൻ ആഹാരമൊന്നും കൊടുത്തില്ലല്ലോ, ഞാൻ അത് മുഴുവൻ മീനിന് കൊടുത്തു എന്ന്. ഇത് കേട്ടതും ഹാഷിർ ഞെട്ടിപ്പോയി. കാരണം അത്രയും തീറ്റ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മീനെല്ലാം ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ട് മീനിട്ടിരിക്കുന്ന ടാങ്കിന്റെ അടുത്തേക്ക് ചെന്നതും അതെല്ലാം ചത്തിട്ടുണ്ടായിരുന്നു. അവൻ സങ്കടം സഹിക്കവയ്യാതെ പൊട്ടിക്കരയാൻ തുടങ്ങി. അവന്റെ അമ്മ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ദേഷിച്ച് അവിടെ നിന്നും പോയി. പിന്നീട് കാണിക്കുന്നത് ഹാഷിറും അവന്റെ അനിയനും കുറച്ചുകൂടി വളർന്നിട്ടുള്ള കാലഘട്ടമാണ്. ഇപ്പോൾ ഹാഷിറിന്റെ അനിയനാണ് മീൻ വളർത്തുന്നത്. മീന്റെ തീറ്റ വാങ്ങാൻ അവൻ ഉമ്മയോട് കാശ് ചോദിക്കുന്ന കേൾക്കുന്നു. ഹാഷിർ പറയുന്നുണ്ട്, നിന്നേക്കാൾ കൂടുതൽ മീനെയൊക്കെ ഞാനും വളർത്തിയിട്ടുണ്ട്, അല്ലേ ഈ വീട്ടിൽ ആദ്യമായിട്ട് മീൻ വളർത്താൻ തുടങ്ങിയതെന്ന്. എന്തെങ്കിലുമൊക്കെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ട് ഹാഷിറും അവന്റെ അനിയനും തമ്മിൽ എപ്പോഴും അടിയായിരുന്നു. നാഷർ എന്നാണ് അവന്റെ അനിയന്റെ പേര്. ഇവര് ചേട്ടനും അനിയനും അടിയുണ്ടാക്കുന്ന പോലെ തന്നെ അയൽ വീട്ടിലുള്ള നമ്മുടെ അലനും അവന്റെ അനിയത്തി ആഷ്നിയും എപ്പോഴും വഴക്കായിരുന്നു. അവരെല്ലാവരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മുടെ ഹാഷിറിന് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഷൈനെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവൻ ഇതുവരെയും അത് തുറന്നു പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി അവളെ വിളിക്കും. അതേപോലെ തന്നെ അലൻ തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരാധ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ്. ഷൈനയുടെ പിന്നാലെ എപ്പോഴും ഹാഷിർ നടക്കും, കൂടെ അലനും ഉണ്ടാകും. ഷൈന അവനെ തിരിഞ്ഞു നോക്കുകയോ അവൾക്ക് അവനോട് ഇഷ്ടമുള്ളതായിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവരുടെ സ്കൂളിലെ മുജിം എന്ന് പറയുന്ന സാറിനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കുട്ടികൾ വരാന്തയിലും ഗ്രൗണ്ടിലും ഒക്കെ ചുമ്മാ കറങ്ങി നടക്കുന്നതും അനാവശ്യമായിട്ട് സംസാരിച്ചു നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ അയാൾ അടിച്ചോടിക്കും. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ സംസാരിച്ചു നിൽക്കുന്നതേ അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഒരു ദിവസം അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്ത് അലന്റെ സഹോദരി ആഷ്നിയാകട്ടെ തല കറങ്ങി വീഴുന്നു. കുറച്ചു കുട്ടികൾ അവളെ ഒരു സൈഡിലേക്ക് കൊണ്ടിരുത്തി. ആ സമയം ആഷ്നിയുടെ പിറകെ നടക്കുന്ന അജിൻ എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. അവനും തനിക്ക് തലകറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ആഷ്നിയുടെ അടുത്ത് പോയിരിക്കുന്നു. ഇതെല്ലാം ആഷ്നിയുടെ സഹോദരൻ അലൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴായിട്ട് ആഷ്നിയോട് സംസാരിക്കാനും അവളെ വളയ്ക്കാനും അജിൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് ഹാഷിറും അലനും ചേർന്നിട്ട് ബാത്റൂമിൽ വെച്ചിട്ട് അവന് നല്ല അടി കൊടുക്കുന്നു. ആഷ്ന ഞങ്ങളുടെ പെങ്ങളാണെന്നും അനാവശ്യമായിട്ട് അവളുടെ പിറകെ നടക്കരുതെന്നും പറയുന്നു. അടി കിട്ടിയ അജിനാകട്ടെ അത് പോയി തന്റെ ചേട്ടൻ സജിനോട് പറയുന്നു. അതോടെ സജിനും അവന്റെ കൂട്ടുകാരൻ വിനായകനും ചേർന്നിട്ട് ഹാഷിറിനെയും അലനെയും അടിക്കാൻ വരുന്നു. അങ്ങനെ ഈ രണ്ട് ഗ്യാങ്ങും തമ്മിൽ പൊരിഞ്ഞ തല്ലായി. എപ്പോ നേരിട്ട് കണ്ടാലും പരസ്പരം എന്തെങ്കിലും
കാരണം പറഞ്ഞ് ഇവർ അടിയുണ്ടാക്കുമായിരുന്നു. ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ മുജീബാകട്ടെ ആ അവസരം മുതലെടുത്ത് ഇവരെ എല്ലാം അടിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ കുട്ടികളോടൊക്കെ നല്ല സ്നേഹമുള്ള മനോജ് എന്ന് പറയുന്ന സാറായിരുന്നു. ഇവർ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്തും ഇവരെല്ലാം അടിയുണ്ടാക്കിയത് കാരണം ഇവരുടെ മാതാപിതാക്കളെ വിളിക്കുന്നു. ഹാഷിറിന് ഉപ്പയില്ലാത്ത കാരണം അവന്റെ ഉപ്പയുടെ സഹോദരനാണ് അവിടേക്ക് വന്നത്. കൂടെ വിനായകന്റെ അച്ഛൻ രാജനും അലന്റെ ഉപ്പ ഷിയാസും സജിന്റെ അജിന്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. സജിന്റെ അജിന്റെ അച്ഛൻ പറയുന്നുണ്ട് തന്റെ മകൻ സജിൻ നന്നായിട്ട് പഠിക്കുന്നതാണ്, ഈ രാജന്റെ മകൻ വിനായകന്റെ കൂടെ നടന്നാണ് തന്റെ മകൻ വഷളാകുന്നതെന്ന്. അത് കേട്ട് രാജനാകട്ടെ തന്റെ മകൻ വിനായകനോട് പറയുന്നുണ്ട്, ആ സജിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നീ ഇനി അവന്റെ കൂടെ കൂട്ടുകൂടാനൊന്നും പോകണ്ട, അല്ലെങ്കിൽ അവൻ വഷളായ നിന്നെ അയാൾ കുറ്റം പറയുമെന്ന്. എന്നാൽ അങ്ങനെ അച്ഛന്മാര് പറഞ്ഞു കരുതിയിട്ട് വിനായകൻ സജിനുമായിട്ടുള്ള കൂട്ടൊന്നും വിടാൻ തീരുമാനിച്ചില്ല. പക്ഷെ സജിനെ അവന്റെ അച്ഛൻ വഴക്ക് പറഞ്ഞത് കാരണം അവൻ വിനായകനുമായിട്ടുള്ള കൂട്ടുവിട്ടു. നിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ എന്റെ പഠിത്തവും നിന്നു പോകും, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. എന്നാൽ സജിന്റെ അനിയൻ അജിനാകട്ടെ തന്റെ ചേട്ടന്റെ കൂട്ടുകാരനായ വിനായകന്റെ കൂടങ്ങ് കൂടി. എന്റെ ചേട്ടന് നിങ്ങളെ വേണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് അജിൻ വിനായകനോട് പറയുന്നു. ഒരു ദിവസം നമ്മുടെ ഹാഷിർവാലനും റിലീസിന്റെ എന്നൊരു സിനിമ കാണാൻ പോയി. എന്നാൽ അവിടെ വലിയ ക്യൂ ആയിരുന്നു. ക്യൂവിന്റെ ഫ്രണ്ടില് അജിനും വിനായകനും നിൽപ്പുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അലിനെ ഹാഷിറിനെയും കാണുമ്പോൾ അവർ തല്ലുകൂടുവെങ്കിലും ഈ പ്രാവശ്യം അവരാകട്ടെ വെറുതെ അവരോട് ചോദിച്ചു, നിങ്ങൾക്കും കൂടെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കട്ടെ എന്ന്. ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ സിനിമയൊന്നും കാണാൻ നടക്കൂല എന്ന്. എന്നാ പിന്നെ ഞങ്ങൾക്കും കൂടെ 2 ടിക്കറ്റ് എടുത്തുകൊള്ളാൻ അവർ പറഞ്ഞു. ഇങ്ങോട്ട് ഇവർ വഴക്കൊന്നും വരാത്ത സ്ഥിതിക്ക് അങ്ങോട്ടും ഒന്നിനും പോകണ്ടെന്നാണ് അലിന് ഹാഷിറും കരുതിയത്. എന്നാൽ അലിന് ഹാഷിറിന് വേണ്ടിയിട്ട് വിനായകനും അജിനും ടിക്കറ്റ് എടുക്കാമെന്ന് സമ്മതിക്കുന്നത് ഇവരുടെ പിറകിൽ നിന്ന ആമീൻ എന്ന് പറയുന്ന പയ്യനും അവന്റെ ഗാങ്ങും കാണുന്നു. ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ തന്നെ വന്നു നിൽക്കുന്നത്, എനിക്ക് ഇങ്ങനെ ക്യൂവിൽ നിൽക്കാത്തവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടില്ല, ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന്മാരെ വഴക്കിടുന്നു. ആമീനും കൂട്ടരും അജിനെ വിനായകനെ അടിക്കാൻ തുടങ്ങുന്നത് കണ്ടിട്ട് ഹാഷിറും അലിനും കയറി ഇടപെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അവസാനം പോലീസുകാർ വന്നാണ് ഇവരെയൊക്കെ മാറ്റിയത്. എന്താണെങ്കിലും ആ സംഭവത്തോടുകൂടി അലനും ഹാഷിറും അജിനും വിനായകും ഉറ്റ സുഹൃത്തുക്കളായി മാറി. പിന്നീടങ്ങോട്ട് സ്ഥിരം ഇവർ 4 പേരും കണ്ടുമുട്ടുന്നത് കുട്ടേട്ടൻ എന്ന് പറയുന്ന ആളുടെ ബേക്കറിയിൽ വെച്ചായിരുന്നു. അവർ സ്ഥിരമായിട്ട് ഒരുമിച്ച് അവിടെ നിന്ന് ഷേക്ക് കുടിച്ചു നിൽക്കും. ഇവർ 4 പേരും ഒന്നിച്ചു നിൽക്കുന്നത് സജിനും കാണുന്നുണ്ട്. എന്നാൽ സജിൻ ഇവരുടെ കൂടെ കൂടിയില്ല. നീക്ക് എന്തെങ്കിലും കാണിക്ക്, ഞാൻ പഠിച്ച് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവന്റെ പോക്ക്. ഫ്രീ ടൈമില് ക്ലാസിന്റെ വരാന്തയിൽ സംസാരിച്ചു നിൽക്കുന്ന കുട്ടികളെ മുജീബ് സാർ വന്ന് അടിക്കുന്ന കണ്ടിട്ട് മനോജ് സാർ വഴക്കുണ്ടാക്കുന്നു. എന്തിനാ വെറുതെ ഇങ്ങനെ കുട്ടികളെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇവന്മാരൊക്കെ നന്നാവണമെങ്കിൽ ഇവന്മാരെയൊക്കെ അടിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ട് വെറുതെ അയാൾ കുട്ടികളെ അടിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്ക് അയാളെ ഇഷ്ടമല്ല. അജിന്റെ സജിന്റെ വീട്ടില് അവന്മാർ 2 പേരും എപ്പോഴും വഴക്കാണ്. ഒരു ബോളിന്റെ പേരിൽ 2 പേരും വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് അവരുടെ അച്ഛനാകട്ടെ ആ ഫുട്ബോൾ കുത്തിക്കേറി കളയുന്നു. ഇതുപോലെ തന്നെ ഹാഷിറാകട്ടെ തന്റെ അനിയൻ നാഷിറുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കുവാണെങ്കിൽ അവന്റെ ഉമ്മ എപ്പോഴും ഹാഷിറിനെയാണ് വഴക്ക് പറയുന്നത്. നിന്നെ കണ്ടിട്ടാ നിന്റെ അനിയൻ പഠിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ വഷളാകുന്നതെന്ന് പറഞ്ഞിട്ട്. വിനായകനും സജിനും +2 ആണല്ലോ. അവർ 2 പേരും +2ന്റെ എക്സാം എഴുതി. എന്നാൽ സജിൻ മാത്രമേ പാസ്സായുള്ളൂ, വിനായകൻ പാസ്സായില്ല. ഇനിയിപ്പോ അവൻ ഹാഷിറിന്റെ അജിന്റെയും അലന്റെയും ബാച്ചിന്റെ കൂടെ ഇരുന്ന് സപ്ലി ഒക്കെ എഴുതേണ്ടി വരും. അടുത്ത തവണയെങ്കിലും നീ സപ്ലി എഴുതി ഒന്ന് പാസ്സാകണമെന്ന് സജിനും വിനായകനോട് പറയുന്നു. സജിൻ +2 പാസ്സായ സ്ഥിതിക്ക് അവൻ എന്തെങ്കിലും നല്ല കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ അച്ഛനാകട്ടെ നാട്ടിൽ പലയിടത്തു നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ പലരും കടം വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചെത്താൻ തുടങ്ങി. അങ്ങനെ കടം ചോദിച്ചു വന്ന ഒരാളുടെ മകൾ സജിന്റെ പരിചയക്കാരിയായിരുന്നു. കുട്ടിയുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയുടെ അച്ഛൻ തന്റെ അച്ഛന്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നതും കടം കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കുന്നതും എല്ലാം കണ്ടപ്പോൾ സജിന് നാണക്കേട് തോന്നുന്നു. അവന്റെ അച്ഛൻ വലുതായിട്ട് ജോലിക്കൊന്നും പോകില്ല, വെറുതെ കടം വാങ്ങിച്ച് കാശ് ചെലവാക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അവന്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുടുംബം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത്. ഇയാളിങ്ങനെ കടം ചോദിച്ച് വന്നതോടുകൂടി അവന്റെ അമ്മയാകട്ടെ അയാളോട് പറയുന്നുണ്ട്, അടുത്ത ബുധനാഴ്ച ഒരു ചിട്ടിക്കാശ് കിട്ടും, എങ്ങനെയെങ്കിലും ഞാൻ ആ കാശ് സംഘടിപ്പിച്ച് നിങ്ങളുടെ കടം തീർക്കാമെന്ന്. അവന്റെ അച്ഛന് അവരുടെ 2 മക്കളെയും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് വിട്ട് കുറെ കാശ് സമ്പാദിക്കണമെന്നും കടങ്ങൾ തീർക്കണമെന്നുമായിരുന്നു ആഗ്രഹം. സജിന്റെ അമ്മയ്ക്ക് അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ +2ന്റെ മാർക്ക് വെച്ചിട്ട് നല്ല കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടില്ല. നീ ഞാൻ പറയുന്ന പോലെ ദുബായിൽ ജോലിക്ക് പോയിട്ട് അവിടെ ചെന്ന് പണിയെടുത്ത് കാശ് അയക്കാനാണ് അവന്റെ അച്ഛൻ പറഞ്ഞത്. ഒരു താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും അവന്റെ അച്ഛന്റെ നിർബന്ധം കാരണം +2 കഴിഞ്ഞ സജിന് തുടർന്ന് പഠിക്കാൻ പറ്റാതെ ദുബായിലേക്ക് പോകേണ്ടി വരുന്നു. ഹാഷിറും അലിനും അജിനും +2 എത്തി. അവരുടെ കൂടെ സപ്ലി അടിച്ചു കിടക്കുന്ന നമ്മുടെ വിനായകനും. കുട്ടന്റെ കടയുടെ ബാക്കിലിരുന്ന് അവർ അത്യാവശ്യം സിഗരറ്റ് വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സിഗരറ്റ് മാത്രമല്ല എന്റെ കയ്യിൽ വേറെയും സാധനം ഉണ്ടെന്ന് കുട്ടൻ പറയുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടൻ കാര്യം പറയുന്നില്ല. നിങ്ങൾക്ക് തരേണ്ട സമയത്ത് ഞാൻ തന്നോളാമെന്നാണ് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് അലിന്റെ ഉപ്പ ഷിയാസിനെ കണ്ട് പള്ളി കമ്മിറ്റിയിലെ ആൾക്കാർ പറയുന്നുണ്ട്, ഇത്രയും പ്രായമായിട്ടും നിന്റെ മകൻ അലന്റെ സുന്നത്ത് എന്താ നടത്താത്തത്, ഇനിയെങ്കിലും നടത്താൻ. സുന്നത്ത് നടത്തുന്ന കാര്യം പറയുമ്പോൾ അവൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് നടത്താതിരുന്നത്. അവനെ കൈയോടെ പിടിച്ച് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിയാസ് ഹെൽപ്പ് ചോദിക്കുന്നത് രാജന്റെ അടുത്താണ്. അലിനും കൂട്ടരും എപ്പോഴും വിനായകനെ കാണാൻ വേണ്ടിയിട്ട് രാജന്റെ വീട്ടിൽ വരികയും അവരിവിടെ ഒരുമിച്ചിരിക്കുകയും ചെയ്യാറുണ്ട്. അടുത്ത ദിവസം തന്നെ ഇവരെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരികയും അതിന്റെ കൂടെ അലനെ കൈയോടെ പിടിച്ച് സുന്നത്ത് ചെയ്യിക്കുകയും വേണമെന്നായിരുന്നു ഷിയാസിന്റെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് രാജന്റെ കയ്യിൽ ഷിയാസ് ഒരു DVD പ്ലെയർ കൊടുക്കുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പയ്യന്മാര് എവിടെന്നെങ്കിലും വേറെ ടൈപ്പ് CDs എടുത്തുകൊണ്ട് വന്ന് അത് കാണാൻ വേണ്ടി ഇവിടെ കൂടും. അതിനവർക്ക് അവസരം
അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഷിയാസ് പറഞ്ഞ പ്രകാരം രാജൻ DVD പ്ലെയർ കൊണ്ടുവച്ചു. അത് വിനായകന് ശ്രദ്ധിച്ചു. എന്നിട്ട് പിറ്റേന്ന് താൻ ഒരു കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് രാജൻ ഇറങ്ങുന്നു. ആ സമയം വിനായകനാകട്ടെ ശബ്ദം താഴ്ത്തി തന്റെ കൂട്ടുകാരെ എല്ലാം തന്നെ വിളിക്കുന്നത് രാജൻ കേൾക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ പ്ലാൻ ഏറ്റുവെന്ന് രാജൻ ഷിയാസിനെ അറിയിച്ചു. ഇവർ രണ്ടുപേരും പറമ്പിൽ ഒളിച്ചിരിക്കുകയാണ്. വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ പയ്യന്മാര് എവിടെന്നെങ്കിലും CD ഒപ്പിച്ച് അത് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരും. മറ്റേ ടൈപ്പ് പടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവന്മാര് വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അതൊക്കെ ചിന്തിച്ചായിരുന്നു അവരങ്ങനെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇവരുടെ പ്ലാനിംഗ് ഒക്കെ തെറ്റിച്ചുകൊണ്ട് അവന്മാര് CD ഒന്നുമല്ല കൊണ്ടുവന്നത്. വീട്ടുകാരറിയാതെ ബിയർ കുപ്പിയും വാങ്ങിക്കൊണ്ടായിരുന്നു അവര് വന്നത്. അലനെങ്കിലും CD ഒക്കെ ആയിട്ട് വരുമെന്ന് ചിന്തിച്ചിരുന്ന ഷിയാസിന് തെറ്റി. അലൻ തന്റെ കാമുകി ആരാധനയെ വിളിച്ചുകൊണ്ടാണ് അവിടേക്ക് വന്നത്. നമ്മുടെ മക്കളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വളർന്നുവെന്ന് ഷിയാസ് രാജനോട് പറയുന്നു. എന്താണെങ്കിലും അവർ ആൾക്കാരെ എല്ലാം കൂട്ടി കൈയോടെ അലനെ പിടിക്കാൻ അകത്തേക്ക് കയറി. അവർ കയറി ചെല്ലുമ്പോ ഹാഷിറും കൂട്ടുകാരും ഇരുന്ന് ബിയർ കുടിക്കുന്നു. അലനാകട്ടകത്ത് ആരാധ്യയുടെ കൂടെ അവളുടെ പിറന്നാൾ സമ്മാനമായിട്ടുള്ള കേക്ക് കട്ടിയിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് കറക്റ്റ് ആയിട്ട് ഷിയാസും കൂട്ടരും അകത്തേക്ക് കയറി അലനെ പിടിച്ചുകൊണ്ടു പോകുന്നത്. തന്നെ സുന്നത്ത് ചെയ്യാനെ കൊണ്ടുപോകുന്നെന്ന് അവന് മനസ്സിലായി. അവൻ നിലവിളിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവര് നിർബന്ധപൂർവ്വം അവന്റെ സുന്നത്ത് നടത്തി. അതിനുശേഷം ചടങ്ങുകൾ നടത്തുകയും നാട്ടുകാർക്കെല്ലാം ഫുഡ് കൊടുക്കുകയും ചെയ്തു. അലന്റെ കൂട്ടുകാരും ഫുഡ് കഴിക്കാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അലൻ വീണ്ടും സ്കൂളിലേക്ക് വന്നു തുടങ്ങി. സ്കൂൾ വരാന്തയിൽ കുട്ടികൾ വീണ്ടും ഒരുമിച്ചെന്ന് സംസാരിക്കുന്നത് മുജീബും ലേഖയും കാണുന്നുണ്ട്. ലേഖ ടീച്ചർ പറയുന്നുണ്ട്, ഈ പെമ്പിള്ളാരൊക്കെ അണിഞ്ഞൊരുങ്ങി വരുന്നത് ഈ ചെക്കന്മാരെ കാണിക്കാനാണെന്ന്. അസല് പലരും തമ്മിൽ റിലേഷൻഷിപ്പിലുമാണ്. ഇവന്മാരെ ഒന്നും ഇങ്ങനെ വിടാൻ പാടില്ലെന്ന് അവർ പറഞ്ഞതും മുജീബിനും തോന്നി എല്ലാത്തിനും ഇട്ട് പണി കൊടുക്കണമെന്ന്. സ്റ്റേറിന്റെ അടുത്തായിട്ട് ഒരു പെൺകുട്ടി ആൺകുട്ടി സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മുജീബ് അവരെ കൈയോടെ പിടിക്കുന്നു. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഫോൺ കണ്ടതും അയാൾ അത് പരിശോധിക്കുന്നു. അതിൽ ഇവർ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചതിന്റെ വോയിസ് മെസ്സേജ് കേൾക്കുന്നു. അതോടെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കുകയും ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണമെന്ന് പറയുന്നു. ഇവർ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് വിളിപ്പിക്കണം. പഠിക്കാനല്ല ഇവിടെ കുട്ടികൾ വരുന്നത്. അവർ തമ്മിൽ വേറെ റിലേഷൻഷിപ്പ് ഒക്കെയാണ്. എന്നാൽ ആ രണ്ടു കുട്ടികളും കരഞ്ഞു പറയുന്നുണ്ട് തങ്ങളുടെ വീട്ടിൽ ഇത് അറിയിക്കരുതെന്ന്. നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ ആ അവസരം മുതലെടുത്ത് മുജീബ് പറയുന്നുണ്ട്, ഈ കാര്യം നിന്റെയൊക്കെ വീട്ടിൽ അറിയിക്കേണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഇതുപോലെ എത്ര പേർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എത്ര പേരുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്നും തുറന്നു പറയണം. വേറെ നിവൃത്തിയില്ലാതെ ആ പെൺകുട്ടി ക്ലാസ്സിലെത്തി ഓരോരുത്തരെയും കാണിച്ചു കൊടുക്കുന്നു. ഫോൺ കയ്യിലുള്ള കുട്ടികളുടെ എല്ലാം തന്നെ ഫോൺ കൈയോടെ മുജീബ് പിടിച്ചു. ഇവിടെ ആരൊക്കെ തമ്മിൽ പ്രണയത്തിലാണെന്ന് ചോദിക്കുന്നു. കപ്പിൾസിനെ ആ പെൺകുട്ടി കാണിച്ചു കൊടുക്കുന്നു. അതിലൊന്ന് അലനും ആരാധ്യയായിരുന്നു. രണ്ടാമതായിട്ട് ഇടി ഷൈനയും ആ പെൺകുട്ടി എഴുന്നേൽപ്പിക്കുന്നു. ഷൈനയ്ക്കും പ്രണയമുണ്ടെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇത് കേട്ടതും ഹാഷിറിന് സങ്കടം വരുന്നു. താനറിയാതെ ഷൈന ആരെയാണ് പ്രണയിക്കുന്നതെന്ന് ആലോചിച്ച്. എന്നാൽ ഷൈന ചൂണ്ടിക്കാണിക്കുന്നത് ഹാഷിറിനെയായിരുന്നു. ആ സമയമാണ് അവനും മനസ്സിലാകുന്നത് താൻ അവളെ നോക്കുന്ന പോലെ അവളും തന്നെ നോക്കുന്നുണ്ടെന്ന്. അന്നവൻ ഇവളുടെ പിറകെ സൗണ്ട് ഉണ്ടാക്കി നടക്കുമ്പോഴെല്ലാം തന്നെ അവൾ അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഷൈനയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷം അവനുണ്ടായിരുന്നു. പക്ഷേ സാറുമാരിതെല്ലാം കൈയോടെ പൊക്കിയതിന്റെ വിഷമം അവനുണ്ടായിരുന്നു. കൂടാതെ അയാൾ മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിച്ചു. അതേ സ്കൂളിൽ പഠിക്കുന്ന അലന്റെ സഹോദരി ആഷ്ന ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയിരിക്കുന്നു. തിയേറ്ററിൽ പോയി അയാൾ ആ പെൺകുട്ടിയെ കൈയോടെ പിടിച്ചുകൊണ്ടുവന്നു. അലന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. മുജീബ് അലന്റെ പേരൻസിനെ വിളിക്കുന്നു. നിങ്ങളുടെ മകനും മകളും പ്രശ്നക്കാരാണെന്നും ബാക്കിയുള്ള കുട്ടികളെയും ചീത്തയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇപ്രാവശ്യത്തേക്ക് ഇവരോട് ക്ഷമിക്കണമെന്ന് ഷിയാസ് പറഞ്ഞെങ്കിലും മുജീബിന് ഇവരെ വെറുതെ വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇവന്മാരെ കുറിച്ചുള്ള കുറ്റങ്ങളെല്ലാം തന്നെ അയാൾ പറയുന്നു. കൂടാതെ ലേഖ ടീച്ചർ പറയുന്നുണ്ട്, ഈ പെമ്പിള്ളാരെല്ലാം തന്നെ അണിഞ്ഞൊരുങ്ങി വരുന്നതൊക്കെ ദൈവന്മാരെ കാണിക്കാനാണെന്ന്. ഇവളുമാരൊക്കെ ക്ലാസ്സിന് വന്നിട്ട് തോന്നിയ പോലെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകും. നാളെ ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്ത് ലോഡ്ജിലേക്ക് പോകില്ലെന്ന് എന്താ ഉറപ്പെന്ന് മുജീബും ചോദിക്കുന്നു. അത് കേട്ടതും അലിന് ദേഷ്യം വരുന്നു. തങ്ങളുടെ പെങ്ങളെ കുറിച്ചാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. അലിന് ഹാഷിറും കൂടി മുജീബിനെ അടിക്കുന്നു. മനോജ് സാർ ഇടപെട്ടിട്ടാണ് പ്രശ്നം ഒന്ന് സോൾവ് ആക്കുന്നത്. മരുന്ന് മുജീബ് സാറിനെ അടിച്ചെങ്കിൽ നാളെ ആരെ വേണമെങ്കിലും അടിക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതും മനോജ് സാർ പറയുന്നുണ്ട്, ഇവന്മാരിവിടെ മുജീബിനെ മാത്രമേ അടിക്കൂന്ന്, ബാക്കി ഒരു സാറുമാരെ അടിക്കത്തില്ല. കാരണം ഇയാൾ ഇവന്മാരോട് പെരുമാറുന്നത് അങ്ങനെ. കുട്ടികളോട് പറയേണ്ട വർത്തമാനമാണോ അയാൾ ഇപ്പോൾ പറഞ്ഞത്? കുട്ടികളാവുമ്പോ പല തെറ്റുകളും കാണിക്കും. അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ എന്തിനും ഏതിനും അവരുടെ മെക്കെട്ട് കയറി അവരെ അടിക്കുകയല്ല വേണ്ടത്. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന പ്രിൻസിപ്പൽ അലിനോടും ഹാഷിറിനോടും സ്കൂൾ വിട്ട് പുറത്തു പോകാൻ പറയുന്നു. ഇവന്മാർക്കൊക്കെ TC കൊടുക്കുമെന്നും പറയുന്നുണ്ട്. ആഷിനിക്ക് ഇവിടെ തുടർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവളിനി തെറ്റൊന്നും ചെയ്യില്ലെന്നും ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകില്ലെന്നും അവളുടെ വീട്ടുകാരെ എഴുതി കൊടുക്കണമെന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെ ഷിയാസ് എഴുതി കൊടുക്കുന്നു. എന്നാൽ ആഷിനിയെ മറ്റു കുട്ടികളെല്ലാം കളിയാക്കുന്നുണ്ട്. താഴെ നിന്ന് കുറെ പയ്യന്മാരാകട്ടെ ആഷിനിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിനക്കിനി ടിക്കറ്റ് വേണമെങ്കിൽ ഞങ്ങളടുത്ത് ചോദിച്ചാൽ മതി, ഞങ്ങൾ ബുക്ക് ചെയ്യാം, വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ സിനിമയ്ക്ക് പോരെന്നൊക്കെ. എല്ലാവരുടെയും കളിയാക്കൽ കേട്ട് ആ പെൺകുട്ടിയുടെ മനസ്സ് വിഷമിച്ചു. അവൾ ആകെ സങ്കടത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിൽ കയറി അവിടെ ഒന്നും താഴേക്ക് ചാടാൻ തുടങ്ങുന്നു. ആ സമയം ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ആകെ സങ്കടത്തിലിരിക്കുകയായിരുന്നു അലിന് ഹാഷിറും. അവരെ രണ്ടുപേരെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് അജിനും വിനായകും അവരുടെ കൂടെ കുട്ടേട്ടന്റെ കടയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആകെ സങ്കടത്തില, ഞങ്ങൾക്ക് വലിക്കാൻ എന്തെങ്കിലും തരാൻ പറഞ്ഞപ്പോൾ ആ അവസരത്തിൽ കുട്ടനാകട്ടെ അവർക്ക് സിഗരറ്റ് കൊടുക്കാതെ വെള്ളത്തിനുള്ള ഡ്രഗ്സ് കലക്കിയാണ് കൊടുക്കുന്നത്. തങ്ങൾ എന്താ കുടിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. കുട്ടൻ എന്തോ കൊടുത്തു, അവരത് കുടിച്ചു. പക്ഷെ അത് ഡ്രഗ്സ് ആണെന്ന് പതിയാണ് അവർക്ക് മനസ്സിലായത്. അവരുടെ തലയിൽ അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഇവരുടെ ഒരു കൂട്ടുകാരൻ വന്ന് എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് വരാൻ പറയുന്നു. അവിടെ എന്തോ വലിയ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് അവർ സ്കൂളിലേക്ക് ചെല്ലുന്നു. കൂട്ടുകാരൻ
കൂട്ടുകാരുടെ എല്ലാം കളിയാക്കല് കേട്ടിട്ട് ആഷിന ബെഞ്ചിന്റെ മുകളിലേക്ക് കയറിയെങ്കിലും അവൾ അബദ്ധമൊന്നും കാണിക്കാതിരിക്കാൻ ഷിയാസ് അവളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പയ്യന്മാര് ഇവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഹാഷിറും കൂട്ടരും വന്ന് ആ പയ്യന്മാരെ എല്ലാം അടിക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയാണ് നടക്കുന്നത്. ഡ്രഗ്സും കൂടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് കാരണം അവർ തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് പോലും ചിന്തിക്കാതെയാണ് അടിച്ചത്. പല കുട്ടികൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റി. തടയാൻ ചെന്ന മനോജ് സാറിനും അടികിട്ടി. സാറാണെന്നും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അറിയാതെ അബദ്ധത്തിൽ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചതാണ്. അടികൊണ്ട് മനോജ് നിലത്ത് വീണപ്പോഴാണ് തങ്ങൾ ശരിക്കും സ്വബോധത്തിലല്ല ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായത്. സംഭവം എന്തായാലും പോലീസ് കേസായി. ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്തത് കുട്ടൻ വഴിയാണെന്ന് പോലീസുകാർ കണ്ടെത്തുകയും കുട്ടനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഡിവൈഎസ്പി സേവ്യർ ആകട്ടെ പ്രശ്നങ്ങൾ തുടങ്ങിയ സ്കൂളിലേക്ക് തന്നെ പോകുന്നു. ഇവിടുത്തെ ടോയ്ലറ്റ് പരിശോധിച്ചതോടുകൂടി അയാൾക്ക് പലരെയും പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നു. അവിടെ കുട്ടികൾ പലതും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സും പേരൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുകയാണ്. പിള്ളേരെ നന്നാക്കേണ്ടത് ടീച്ചർമാരുടെ ചുമതലയാണെന്ന് പേരൻസ് പറയുന്നു. എന്നാൽ പിള്ളേർ വീട്ടിൽ കാണിക്കുന്നതിനൊന്നും തന്നെ തങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ടീച്ചേഴ്സും പറയുന്നു. അറിഞ്ഞുകൊണ്ടല്ല ഡ്രഗ്സ് യൂസ് ചെയ്തതെന്ന് ഹാഷിറും കൂട്ടരും പോലീസുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടേട്ടൻ തന്നത് കുടിച്ചു, അത് ഡ്രഗ്സ് ആയിരുന്നു എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ അവർ അബദ്ധത്തിൽ മനോജിനെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പോയി മാപ്പ് പറയുകയും ചെയ്തു. മനോജിന് അവരുടെ മേൽ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും പ്രശ്നമുണ്ടാക്കിയ ഇവന്മാരെ സ്കൂളിൽ ഇനി കയറ്റില്ല എന്നും എല്ലാവർക്കും TC കൊടുക്കാൻ പോവുകയാണെന്നും പ്രിൻസിപ്പൽ പറയുന്നു. ഇവൻ പറയുന്നുണ്ട് ഇന്നവന്മാരെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് സാർമാരെ ഉൾപ്പെടെ അടിച്ചു, നാളെ ഇവന്മാരെ ആരെങ്കിലും കൊല്ലുകയും ചെയ്യും. എന്നാൽ സേവ്യർ ചോദിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് ഈ സാധനം എവിടെ നിന്നാ കിട്ടുന്നതെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്ന്. ടീച്ചേഴ്സ് പറയുന്നുണ്ട് സ്കൂളിൽ ഇവർ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല എന്ന്. പേരൻസ് പറയുന്നുണ്ട് വീട്ടിൽ ഇവർ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. ഇവർ സ്കൂളിലും വീട്ടിലും അല്ലാത്ത സമയത്ത് എവിടെ പോകുന്നുവെന്ന് ആരും തിരക്കുന്നില്ല. ആ സമയത്ത് അവരുടെ അടുത്ത് ആരൊക്കെ കൂട്ടുകൂടുന്നുണ്ടെന്നും അവർക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ടെന്നും ആർക്കും അറിയില്ല. ഈ കുട്ടികളോട് സേവ്യർ ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തേക്ക് തങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് പറ്റുന്നില്ല. കാരണം വീട്ടുകാരെ എപ്പോ നോക്കിയാലും വീട്ടിലിരിക്കെ എങ്ങോട്ടും ഇറങ്ങിപ്പോകരുത്, ഒന്നുകിൽ കുത്തിയിരുന്ന് പഠിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ കളിക്കാൻ വിടില്ല. സജിന്റെ അജിന്റെ അച്ഛൻ അവരുടെ പന്തെല്ലാം തന്നെ വലിച്ചു കയറി കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നാട്ടിലുള്ള ഗ്രൗണ്ടിൽ പോയി ഇവർ കളിക്കാൻ പോയപ്പോൾ അവിടെയാകട്ടെ പലതരത്തിലുള്ള പാർട്ടികളുടെ സമ്മേളനങ്ങളും മതപരമായിട്ടുള്ള സമ്മേളനങ്ങളും നടക്കുന്നു. അങ്ങനെ ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ല. സ്കൂൾ ഗ്രൗണ്ടിലെങ്കിലും നിങ്ങൾക്ക് കളിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറയുന്നുണ്ട് മുജീബ് സാറ് അതിനും അനുവദിക്കില്ല എന്ന്. കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ അടിച്ചോടിച്ച് ക്ലാസ്സിലേക്ക് കയറ്റും. ഗ്രൗണ്ടിൽ നിറയെ സ്കൂൾ വാനുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. കളിച്ച് വളരേണ്ട പ്രായമാണിത്. ഇവരെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല സ്കൂളിലേക്ക് വിടുന്നത്, മറ്റ് ആക്ടിവിറ്റീസിലും ഇവർ പങ്കെടുക്കണം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ അവരിതുപോലെ വീട്ടുകാരെ പറയുന്നതും കേട്ട് എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കും. അങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ആരുടെയെങ്കിലും കൂടെ കൂട്ടുകൂടും. അവർ കൊടുക്കുന്ന ഡ്രഗ്സും വലിച്ചിട്ട് വീട്ടുകാർ പറഞ്ഞ പോലെ എവിടെയെങ്കിലും മൂലക്കിരിക്കും. അപ്പൊ പിന്നെ കളിക്കാൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ആരും വഴക്ക് പറയില്ലല്ലോ. അല്ല, പ്രിൻസിപ്പൽ പറയുന്നുണ്ട് കുട്ടികളുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് തങ്ങളിവിടെ പ്രയർ രാവിലെയും വൈകുന്നേരം നടത്തുന്നുണ്ടെന്നും പിന്നെ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികൾക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക റൂമുകളും ഉണ്ടെന്ന്. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന സേവ്യർ പറയുന്നുണ്ട് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത് പ്രാർത്ഥനയും മതപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വീട്ടിൽ മതി, സ്കൂളിൽ അതിന്റെ ആവശ്യമില്ല. ഷിയാസ് പറയുന്നുണ്ട് ഇവന്മാരിനി അങ്ങനൊന്നും ചെയ്യില്ല, തൽക്കാലത്തേക്ക് അവരോട് ക്ഷമിക്കാൻ. എന്നാൽ മുജീബ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. ഡ്രഗ്സിന്റെ രുചി പറ്റിപ്പോയതല്ലേ, ഇനിയിപ്പോ അവന്മാർ വീണ്ടും അത് ഉപയോഗിക്കും, ഇത് അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ല. ഇത് കേട്ട് സേവ്യറിന് ദേഷ്യം വരുന്നു. മുജീബാകട്ടെ സ്ഥിരമായിട്ട് മുറുക്കാൻ ചവയ്ക്കുമായിരുന്നു. അതും വായിലിട്ടുകൊണ്ടാണ് അയാൾ ഈ സംസാരിക്കുന്നത്. ഇതും ഒരു തരത്തിൽ ഡ്രഗ്സ് തന്നെയാണെന്ന് സേവ്യർ പറയുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഇതുവരെ നിർത്താൻ പറ്റിയിട്ടില്ല, എന്നിട്ടാണ് നിങ്ങൾ ഈ കുട്ടികളെ ഉപദേശിക്കാൻ നടക്കുന്നത്. കൂടാതെ കുട്ടികൾ ഇയാളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും സേവ്യർ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളെ ഈ സ്കൂളിൽ ഒരു കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. പിന്നെ ലേഖ ടീച്ചറും ബിനുസാറും ആകട്ടെ പെൺകുട്ടികളെ ആൺകുട്ടികളെയും കുറിച്ച് മോശമായിട്ട് പറയാറുണ്ടായിരുന്നു. പെൺകുട്ടികളെല്ലാം ഒരുങ്ങിക്കെട്ടി വരുന്നത് ആൺകുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇവരെല്ലാം പ്രേമിക്കാൻ വേണ്ടിയിട്ട് കൂടി ആ ക്ലാസ്സിലേക്ക് വരുന്നതെന്നും പറഞ്ഞു. എന്നാൽ സേവ്യറിന് അതിന് മറുപടി ഉണ്ടായിരുന്നു. ഈ ലേഖയും ബിനുസാറും തമ്മിലും ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അവരുടെ ഡിങ്കോൾഫിയെ കുറിച്ച് കുട്ടികൾ ബാത്റൂമിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ നന്നാക്കാൻ നടക്കുന്ന ടീച്ചേഴ്സ് അതിനേക്കാൾ വലിയ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാരും കുട്ടികളെ അനാവശ്യമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് സേവ്യർ പറയുന്നത്. പഠിക്കേണ്ട പ്രായവും കളിച്ചു നടക്കേണ്ട പ്രായവും തന്നെ ഇത്. അതുകൊണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണമെന്നും എന്റെ പോലീസുകാർ വന്ന് ഇവിടെ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമെന്നും സേവ്യർ പറയുന്നു. ഇവരെ TC കൊടുത്ത് പറഞ്ഞുവിടുമെന്ന് പറഞ്ഞ പ്രിൻസിപ്പലിനോട് സേവ്യർ പറയുന്നുണ്ട് തൽക്കാലം ഇവരെ TC ഒന്നും കൊടുത്ത് പറഞ്ഞു വിടേണ്ട കാര്യമില്ല, ഇവരെല്ലാവരും +2 എക്സാം എഴുതുമെന്ന്. കാരണം അടുത്ത മാസം ഇവർക്ക് എക്സാം ആണ്. ഇപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ മറ്റൊരു സ്കൂളിലേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല. സേവ്യർ ആ 4 കുട്ടികളോടും പറയുന്നുണ്ട് നിങ്ങൾ അബദ്ധത്തിൽ കഴിച്ച് ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ, ഇനി അറിഞ്ഞുകൊണ്ട് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും, നിങ്ങളുടെ ജീവിതം തന്നെ നശിക്കും. ശരീരത്തിന്റെ കാര്യത്തിൽ പിന്നെ പറയേ വേണ്ട. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോകാതെ 4 അക്ഷരം പഠിച്ച് രക്ഷപ്പെടാനാണ് അയാൾ പറഞ്ഞത്. കുട്ടികളെ ഡ്രഗ്സിന്റെ പരിപാടിയൊക്കെ വിട്ടെങ്കിലും നാട്ടുകാരതൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ പോലീസ് വന്നതും ഇവര് ഡ്രഗ്സ് കഴിച്ച് പിടിച്ചതും എല്ലാം നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 4 പേരും എവിടെങ്കിലും കൂടിയിരുന്നു കഴിഞ്ഞാൽ എന്താടാ നീയൊക്കെ കഞ്ചാവ് വലിക്കുകയാണെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി. വിനായകന്റെ അച്ഛൻ രാജനാകട്ടെ ഇവന്റെ ശരീരത്തിലുള്ള ഡ്രഗ്സ് മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് അവൻ അരിഷ്ടം കൊടുക്കാൻ തുടങ്ങി. അയാൾ സ്ഥിരമായിട്ട് അരിഷ്ടം കുടിക്കുമായിരുന്നു. നാട്ടിലെ ആൾക്കാരൊക്കെ തങ്ങളുടെ കുട്ടികള് ഹാഷിറിന്റെയും കൂട്ടരുടെയും കൂടെ കൂട്ടുകൂടുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കി. പലയിടങ്ങളിൽ നിന്നും കഞ്ചാവ് വലിക്കുന്നവനെന്നും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവനെന്നും ഒക്കെ ഇവർ കേൾക്കാനും തുടങ്ങി. ഒരിക്കൽ പറ്റിയൊരു അബദ്ധം നാട്ടുകാര് ഒരു രീതിയിലും ഇവരെ മറക്കാൻ അനുവദിച്ചില്ല. നാട്ടുകാരുടെ ശല്യം സഹിക്കവയ്യാതെ 4
പേരും ഒരു തീരുമാനം എടുത്തു. എങ്ങനെയെങ്കിലും +2 പാസ്സാകണം. അതിനുശേഷം UK-ലോട്ടെങ്ങാനും കയറിപ്പോയി ഏതെങ്കിലും ഡിഗ്രി എടുക്കണം. അതാകുമ്പോ നാട്ടിൽ നിൽക്കണ്ടല്ലോ. കഷ്ടപ്പെട്ട് 4 പേരും പഠിക്കാൻ തുടങ്ങി. തങ്ങൾ 4 പേരും പാസ്സാകും. തങ്ങളുടെ ഫ്ലെക്സ് അടിച്ചുകൊള്ളാൻ രാജനോട് പറയുകയും ചെയ്തു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഹാഷിർ ഒഴിച്ച് ബാക്കി 3 പേരും പാസ്സായി. ഹാഷിർ 3 വിഷയത്തിന് തോറ്റു. അവൻ ആകെ സങ്കടം വരുന്നു. താൻ മാത്രം തോറ്റുപോയത് കാരണം. ബാക്കി എല്ലാവരും നാട് വിട്ട് രക്ഷപ്പെടും. താൻ മാത്രം നാട്ടിലാകി പോകുമെന്നായിരുന്നു അവന്റെ വിഷമം. ഫ്ലെക്സിൽ നിന്ന് അവന്റെ ഫോട്ടോ മാത്രം മാറ്റുകയും ചെയ്തു. സ്കൂളിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം എന്റെ കാമുകി അവനെ ഇട്ടിട്ടും പോയി. ഹാഷിറിന്റെ കാമുകി അവനെ ബ്ലോക്കും ചെയ്തു. എക്സാമിൽ തോറ്റത് കാരണം ഹാഷിറിന്റെ ഉപ്പയുടെ സഹോദരൻ അവനെ വന്ന് കുറെ വഴക്ക് പറയുന്നു. UK സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാതെ വല്ല ജോലിക്ക് ഇറങ്ങി പോകാനാണ് അവനോട് പറയുന്നത്. അലൻ UK പോകുന്ന കാര്യം ഷിയാസിനോട് പറഞ്ഞപ്പോൾ ഷിയാസ് പറയുന്നുണ്ട്, ഈ വീട് തന്നെ വാടകയ്ക്കാണ്, പിന്നെ UK-ലൊന്നും അയച്ച് പഠിപ്പിക്കാൻ തന്റെ കയ്യിൽ കാശില്ലാന്ന്. ഹാഷിറാകട്ടെ എല്ലാവരെയും വിളിച്ച് സങ്കടം പറയുകയായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്നെ ഇട്ടിട്ട് UK-ലേക്ക് പോകുമെന്ന് ചോദിച്ചിട്ട്. UK-ൽ പോകാൻ കാശുണ്ടാക്കാൻ വേറെ വഴിയൊന്നും കാണാത്ത കാരണം അലനാകട്ടെ തന്റെ ഗ്രാൻഡ് മദറിനെ വിളിക്കുന്നു. അവരുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നു. 10-25 പവനുള്ള സ്ഥിതിക്ക് അത് പണയം വെച്ചിട്ട് തനിക്ക് UK-ൽ പോകാനുള്ള കാശുണ്ടാക്കാമെന്നായിരുന്നു അലന്റെ പ്ലാനിങ്. അവൻ നല്ല രീതിയിൽ ഗ്രാൻഡ് മദറിനെ സോപ്പിട്ട് UK-ൽ പോകാനുള്ള കാശുണ്ടാക്കുകയും ചെയ്തു. വിനായകന്റെ അച്ഛൻ രാജനാകട്ടെ അവനെയും കൊണ്ട് UK-ൽ പോകാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. രാജൻ തന്റെ ചേട്ടനെ പോയി കാണുന്നു. രാജനും ചേട്ടനും തമ്മിൽ അത്ര നല്ല ബന്ധമൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. രാജന്റെ വൈഫ് സുഖമില്ലാതെ കിടന്ന സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാശുണ്ടാക്കാൻ പാരമ്പര്യ സ്വത്തിന്റെ വിഹിതം രാജൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാജന്റെ ചേട്ടൻ അത് കൊടുത്തില്ല. ചികിത്സയ്ക്ക് കാശില്ലാത്തത് കാരണം രാജന്റെ വൈഫ് മരിക്കുകയും ചെയ്തു. ഇന്ന് തന്റെ മകന്റെ ഒരു നല്ല ജീവിതം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് താൻ പറയുന്ന കേട്ടിട്ട് ആ ഷെയർ തനിക്ക് തരണമെന്ന് രാജൻ പറയുന്നു. എന്നാൽ രാജന്റെ ചേട്ടൻ സമ്മതിക്കുന്നില്ല. ഫ്ലെക്സ് യൂസ് ചെയ്ത് നടക്കുന്ന നിന്റെ മകനൊക്കെ UK പോയിട്ട് എങ്ങനെ രക്ഷപ്പെടാനാണെന്നാണ് അയാൾ ചോദിക്കുന്നത്. തന്റെ ചേട്ടന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഇൻസൾട്ട് രാജന് സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യത്തോടെ രാജൻ ചേട്ടനോട് പറയുന്നുണ്ട്, തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും താൻ തന്റെ മകനെ UK-ൽ അയക്കുമെന്ന്. അജിനാകട്ടെ തന്റെ അച്ഛനോട് UK-ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾ അവനോട് പറയുന്നത്, നീ UK-ലൊന്നും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല, നിന്റെ ചേട്ടൻ സജിൻ നിൽക്കുന്ന ദുബായിലേക്ക് ജോലിക്ക് പോയിക്കൊള്ളാൻ. സജിനെ വീഡിയോ കോളിൽ വിളിച്ച് ഈ കാര്യം അയാൾ അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ സജിൻ ചോദിക്കുന്നത് അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വരുന്നതെന്നാണ്. അവന് നാട്ടിൽ നിന്ന് പഠിച്ചാ പോരെ, ഇവിടെ കയറി വന്നിട്ട് എന്ത് ചെയ്യാനാ? അജിനും ആകെ സങ്കടത്തിലായിരുന്നു. തന്റെ വീട്ടുകാർ തന്നെ UK-ൽ വിടില്ലെന്ന് അവന് മനസ്സിലായി. തന്നെ ഗൾഫിലേക്ക് കയറ്റിവിടൂ. ആ സമയം സജിന്റെ ഒരു മെസ്സേജും അജിന് വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ വന്നിട്ട് നീ എന്ത് ചെയ്യാനാ? മര്യാദയ്ക്ക് നാട്ടിലെങ്ങനെ നിന്ന് പഠിക്കുന്ന നല്ലതെന്ന്. എന്നാൽ തന്റെ ചേട്ടൻ താൻ അങ്ങോട്ട് വരുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അജിനാകട്ടെ രണ്ടും കൽപ്പിച്ച് ദുബായിലേക്ക് തന്നെ കയറി പോകാൻ തീരുമാനിച്ചു. വിനായകന് UK-ലേക്ക് പോകാനുള്ള പണം രാജൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചു. അങ്ങനെ വിനായകനും അലനും UK-ലേക്ക് പോവുകയാണ്. അജിൻ മാത്രം ദുബായിലേക്കും തന്റെ ചേട്ടന്റെ അടുത്തേക്ക്. ഇവർ 3 പേരും നാടുവിടുന്നു. ഹാഷിർ മാത്രമാണ് നാട്ടിൽ നിൽക്കുന്നത്. ആകെ സങ്കടത്തോടു കൂടി ഇവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള അച്ചാറൊക്കെ അവൻ റെഡിയാക്കുന്നുണ്ട്. അജിൻ നേരെ ദുബായിലേക്ക് കയറി വരുന്നു. സജിന്റെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്തു. അവൻ താമസിക്കുന്ന റൂമിൽ ഒരു ബെഡ് സ്പേസ് അജിനും കിട്ടി. അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ കുറച്ച് വയസ്സായവരായിരുന്നു. കാലങ്ങളായിട്ട് ജോലിയെടുക്കുന്ന കാരണം വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അവർക്കുണ്ട്. ഞങ്ങളാരും വിചാരിച്ചതുപോലെയല്ല ഗൾഫെന്ന് പതിയെ പതിയെ അജിൻ മനസ്സിലാക്കിയായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അലനും വിനായകും ഹാഷിറിനോട് യാത്ര പറഞ്ഞിട്ട് UK-ക്ക് കയറിപ്പോയി. UK-ൽ ഒരുമിച്ച് എത്തിയെങ്കിലും രണ്ടുപേരും 2 യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഭാഷ ഒരു പ്രശ്നമാകുമെന്ന് ചോദിക്കുമ്പോൾ അലൻ പറയുന്നുണ്ട്, അതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ ക്ലാസ്സിൽ നിറയെ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അവരുടെ കൂടെ സംസാരിച്ച് നമ്മളും പതിയെ ഇംഗ്ലീഷ് പഠിച്ചോളൂന്ന്. ഇടയ്ക്കൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവരവരുടെ കോളേജിലേക്ക് പോകുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ അവിടെ ഫോറിൻ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ മലയാളികളായിരുന്നു. നാട്ടിൽ നിന്ന് എല്ലാവരും ഇവിടേക്ക് പഠിക്കാൻ കയറി വരുന്നത് കാരണം ഇവിടെയും മലയാളികളാണ്. ഇതിലിപ്പോ എന്താ ഇത്ര മാറ്റമുള്ളതെന്ന് അവരും ചിന്തിക്കുന്നു. ആഷിറാകട്ടെ +2 വീണ്ടും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്തു. അതേ ട്യൂഷൻ സെന്ററിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷൈനയും കയറിയിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. കൂട്ടത്തിൽ സൈഡായിട്ട് ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാനും വരുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ഷൈനയെ കണ്ടതും ഹാഷിർ വീണ്ടും പഴയ പ്രണയം പുതുക്കാൻ ചെല്ലുന്നു. എന്നാൽ ഷൈന പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാകാൻ നോക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇവർ 4 പേരും വീഡിയോ കോളിൽ സംസാരിക്കുമായിരുന്നു. അലനും വിനായകനും പഠിത്തത്തിനോടൊപ്പം ഒരു ജോലി കൂടി കണ്ടെത്തണം. പലയിടങ്ങളിലും ഇവർ ജോലിക്ക് വേണ്ടി അലഞ്ഞു. ഒന്നും ശരിയായില്ല. ഒടുവിൽ കുറെ പേരോട് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അലന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാകട്ടെ അവനോട് പറയുന്നുണ്ട്, ഒരു ജോലിയുണ്ട്, ഒരു വയസ്സായ അമ്മാവനെയും അമ്മാവിയെ നോക്കണം. പക്ഷെ ആ സ്ത്രീക്ക് മറവിയുണ്ട്. അവരെ നോക്കുന്നത് വലിയൊരു ടാസ്ക് ആണ്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്യ്. വേറെ ജോലിയൊന്നും കിട്ടാത്തത് കാരണം അലൻ ആ ജോലി ഏറ്റെടുക്കുന്നു. നായകനാകട്ടെ അവിടെയുള്ള ഒരാളുടെ ഫാമിലി ജോലിക്ക് കയറി. അവിടെയുള്ള കുതിരകളെ നോക്കലായിരുന്നു അവന്റെ പണി. അനാവശ്യമായിട്ട് കുതിരകളെടുത്ത് സ്നേഹം കാണിക്കാനൊന്നും ചെല്ലണ്ടെന്ന് അയാൾ അവന് താക്കീത് കൊടുക്കുന്നുണ്ട്. താൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നും പറയുന്നു. അലനാകട്ടെ അമ്മാവിയെ നോക്കി നല്ല പോലെ പണി കിട്ടിയിരിക്കുകയായിരുന്നു. ആ സ്ത്രീയാകട്ടെ അവിടെയുള്ള പൈപ്പെല്ലാം തന്നെ പൊട്ടിച്ചു കളയുന്നു. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഓണർ ഒരു പ്ലംബറിനെ വിളിക്കുന്നുണ്ട്. പ്ലംബർ വന്ന് പൈപ്പൊക്കെ ശരിയാക്കിയിട്ട് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബൾബ് കേടായി. ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു. പ്ലംബറായിട്ട് വന്ന ആള് തന്നെയാണ് ഇത്തവണ ഇലക്ട്രീഷ്യനായിട്ട് വന്നത്. ഒരു ദിവസം നടന്നു പോകുമ്പോൾ അയാൾ ഗാർഡനിൽ പണിയെടുക്കുന്നവൻ കാണുന്നു. വേറൊരു ദിവസം ഡെലിവറി ബോയ് ആയിട്ട് കണ്ടു. ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, താൻ ഒരു മലയാളിയാണെന്ന്. ജീവിക്കാൻ വേണ്ടിയിട്ടാ ഈ പല ജോലികളും ചെയ്യുന്നത്. അജിനാകട്ടെ വെയിലത്ത് നിന്ന് പണിയെടുത്ത് ശരിക്കും തളർന്നിട്ടുണ്ടായിരുന്നു. ഇലങ്ങാനും നിന്നാ മതിയെന്നായിരുന്നു അവൻ ചിന്തിക്കുന്നത്. എന്നാൽ അവന്റെ
അച്ഛനാകട്ടെ ഒരു രീതിയിലും സമ്മതിക്കില്ല. ഇവന്മാരെ രണ്ടുപേരും പണിക്ക് വിട്ടിട്ട് വേണമല്ലോ അയാൾക്ക് കടമൊക്കെ തീർക്കാൻ. വയസ്സായ ആൾക്കാരെ നോക്കി അലനും ബോറടിച്ചു തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഫാമിലെ ജോലികൾ ചെയ്ത് വിനായകനും മടുത്തു. കൂടെ സഹിക്കാൻ വയ്യാതെ ആകെ സങ്കടത്തിലിരിക്കുന്ന അജിനെ നോക്കി സജിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊക്കെ കുറെ നാളായിട്ട് താനും അനുഭവിക്കുന്നതാണെന്ന്. ഇഷ്ടപ്പെടാഞ്ഞിട്ട് പോലും ജീവിക്കാൻ വേണ്ടി അവരെല്ലാവരും അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഹാഷിർ ഇവരെ വീഡിയോ കോൾ ചെയ്യും. ജോലി രണ്ടിടത്തായത് കാരണം UK-യിലുണ്ടായിട്ടും അലനും വിനായകൻ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടണമെങ്കിൽ ഒരാള് മറ്റേയാളുടെ സ്ഥലത്തേക്ക് 12 മൈലോളം നടക്കണം. ഒടുവിൽ ഹാഷിർ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. രണ്ടുപേരും 6 മൈൽ നടക്ക്. അങ്ങനെയാണെങ്കിൽ നടുക്കത്തെ ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾക്ക് കണ്ടുമുട്ടാലോ. അങ്ങനെ ഒരു ദിവസം ഫ്രീ ആയപ്പോൾ അലനും വിനായകും നടന്ന് ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. ശരിക്കും ഇവർ രണ്ടുപേരും തളർന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഇതുപോലെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാമെന്ന് തീരുമാനിച്ചു. ശരിക്കും കയ്യിൽ കാശില്ലാത്തോണ്ടായിരുന്നു ഇവരിങ്ങനെ നടക്കുന്നത്. ഹാഷിർ ആകട്ടെ തന്റെ ചെലവുകളും മറ്റും നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാറ്ററിംഗ് ജോലിക്ക് പോകുമായിരുന്നു. താൻ ഈ സബ്ജക്റ്റ് എല്ലാം പഠിച്ചെടുത്ത് +2 പാസ്സായി UK-ക്ക് പോകാൻ പറ്റില്ല എന്ന് അവന് തോന്നാൻ തുടങ്ങി. അത് കാരണം അവനാകട്ടെ ഷൈനിയോട് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും UK-ക്ക് പോ, അതിനുശേഷം സ്പൗസ് വിസയിൽ എന്നെയും കൊണ്ടുപോകാൻ. അതൊന്നും ശരിയാകില്ല എന്നും നീ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാകാൻ നോക്കുന്നു പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെട്ട് അവള് പോയി. അജിനാകട്ടെ ഒരു രീതിയിലുള്ള ദുശീലം ഇല്ലാന്നാണ് തന്റെ റൂമിലുള്ള ആൾക്കാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ അവരെല്ലാവരും അവനോട് പറയുന്നുണ്ട്, ആദ്യമായിട്ട് നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് മദ്യപിക്കാൻ ഒരു പെഗ്ഗെങ്കിലും കഴിക്കാൻ പറയുന്നു. എന്നാൽ ഒരു പെഗ് കഴിച്ച് അവനാകട്ടെ വീണ്ടും കഴിക്കുകയും അവരുമായിട്ട് തന്നെ അടിയുണ്ടാക്കുകയും ചെയ്യുന്നു. ഒടുവിൽ സജൻ ഇടപെട്ടാണ് പ്രശ്നമൊക്കെ തീർത്തത്. കാറ്ററിംഗ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഹാഷിറാകട്ടെ ഒരു ദിവസം ഒരു കല്യാണത്തിന് പപ്പടം കൊടുത്തുകൊണ്ടിരുന്നതാണ്. പണ്ടിവർ തിയേറ്ററിൽ വെച്ച് അടിയുണ്ടാക്കിയ ആമീനും കൂട്ടരും ആ കല്യാണത്തിനുണ്ടായിരുന്നു. അവന്മാരാകട്ടെ ഹാഷിറിനോട് എക്സ്ട്രാ പപ്പടം ചോദിക്കുന്നു. എന്നാൽ ഒരാൾക്ക് ഒന്നേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഷൈനി ഇരിപ്പുണ്ടായിരുന്നു. ഷൈനിക്ക് എത്ര പപ്പടം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അധികം പപ്പടം വെക്കുന്നു. എന്നാൽ ആമീനാകട്ടെ ഷൈനിയെ ദേഷ്യത്തോട് നോക്കുന്നു. ആമീന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാര് ഹാഷിറിനോട് പറയുന്നുണ്ട്, നീ പെമ്പിള്ളാർക്ക് മാത്രമേ പപ്പടം കൊടുക്കൂ, ഞങ്ങൾക്കൊന്നും തരില്ലേ എന്ന്. ദേഷ്യം വന്ന ഹാഷിറാകട്ടെ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവൾക്ക് പപ്പടം കൊടുത്താൽ നിനക്കൊക്കെ എന്താണെന്ന്. അത് കേട്ട് ആമീൻ പറയുന്നുണ്ട്, അതെന്റെ പെങ്ങളാണെന്ന്. ശരിക്കും ആമീന്റെ സഹോദരിയായിരുന്നു ഷൈന. ആ നിമിഷമാണ് ഹാഷിർ അത് മനസ്സിലാക്കുന്നത്. അത് അവരുമായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് അവൻ അവർക്ക് എക്സ്ട്രാ പപ്പടം കൊടുക്കുന്നു. അലയെന്ന് വിളിച്ചുകൊണ്ടായിരുന്നു അത് കൊടുത്തത്. ദേഷ്യം വന്ന് അവരാകട്ടെ അവനെ അടിക്കുന്നു. ഒറ്റയടിക്ക് അവൻ താഴെ വീണു. പക്ഷെ ആ സീൻ അവിടെ കട്ടായ ശേഷം പിന്നീട് കാണിക്കുന്നത് ഷൈനയും ഹാഷിറും തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഷൈന അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്റെ ചേട്ടനെ അടിച്ചതെന്ന്. വീട്ടിൽ ആകെ എനിക്ക് സപ്പോർട്ട് ഉള്ളത് ചേട്ടനാണ്. ഇനി നമ്മളുടെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ കാര്യത്തിന് ഉറപ്പായിട്ടും ചേട്ടനെതിരെ നിൽക്കും. അവനായിട്ടല്ലോ തുടങ്ങിയത്, അവന്മാരായിട്ട് തുടങ്ങിയതല്ലെന്ന് ഹാഷിർ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹാഷിറിന് വിനായകന്റെ കോള് വരുന്നു. അവന്റെ അച്ഛന് സുഖമല്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കോള് വന്നിരുന്നു. അച്ഛനെ ഒന്ന് പോയി നോക്കാൻ പറയുന്നു. ആകെ ടെൻഷനോട് കൂടി ഹാഷിർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തുമ്പോഴാണ് അവൻ അറിയുന്നത് വിനായകന്റെ അച്ഛൻ രാജന് സീരിയസ് ആണെന്ന്. അയാൾക്ക് ലിവർ സിറോസിസ് ആയിരുന്നു. കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണെന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും അവിടെ ആൾക്കാർ സംസാരിക്കുന്നു. ഇത് കേട്ട് ഹാഷിർ ആകെ സങ്കടത്തിലായി. എന്നാൽ വിനായകന് തൽക്കാലം അവനത് അറിയിച്ചില്ല. അച്ഛന് ഓക്കെ ആണെന്നും ഡോക്ടേഴ്സ് ഒക്കെ നിൽക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ ഫോൺ കൊടുക്കാത്തതെന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞിട്ട് വിനായകനെ ഹാഷിർ ആശ്വസിപ്പിക്കുന്നു. ആ സമയം തന്നെ അലന്റെ പെങ്ങൾ ആഷ്നയുടെ കോളും ഹാഷിറിന് വരുന്നുണ്ട്. ചേട്ടൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഹാഷിർ തൽക്കാലം ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അലന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ അങ്ങനെ പോകുന്ന വഴിക്ക് ഹാഷിറിന് തന്റെ അനിയൻ നാഷിറിന്റെ കോള് വരുന്നുണ്ട്. ഈ ബൈക്ക് എടുത്തിട്ട് എവിടേക്കാ പോയത്, എന്റെ ഒരു സാധനം അതിലിരിപ്പുണ്ട്, എനിക്കിപ്പോ തന്നെ വേണമെന്ന് പറയുന്നു. താൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹാഷിർ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അവൻ നേരെ അലന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവന് മനസ്സിലായത് അലന്റെ ഉപ്പ ഷിയാസിനെ ഹാഷിറിന്റെ അനിയൻ നാഷിർ തല്ലിയെന്ന്. നാഷിദ് കുട്ടന്റെ കൂടെ നിന്ന് കറങ്ങുന്നത് അവർ ചിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ഷിയാസ് അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് നാഷിദ് അയാളെ പിടിച്ച് തല്ലിയത്. കുട്ടന്റെ കൂടെ നാഷിദ് നിൽക്കുന്നെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് പരിപാടി ആയിരിക്കുമെന്ന് ഹാഷിറിന് മനസ്സിലായി. കാരണം വരുന്ന വഴിക്ക് തന്റെ അത്യാവശ്യ സാധനം ബൈക്കിൽ ഇരിപ്പുണ്ടെന്ന് തന്റെ അനിയൻ പറഞ്ഞതും അവൻ ഓർക്കുന്നു. ബൈക്ക് ചെക്ക് ചെയ്തതോടുകൂടി അവന്റെ സംശയവും മാറി. അവൻ വിചാരിച്ചതുപോലെ തന്നെ അതിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതും എടുത്തുകൊണ്ട് അവൻ നേരെ തന്റെ അനിയന്റെ അടുത്ത് പോവുകയും അനിയനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. നീ എന്നു മുതൽ ഈ പരിപാടി തുടങ്ങിയെന്ന് ചോദിച്ചിട്ട്. അവന്റെ റൂമിൽ നിന്ന് അവനത് യൂസ് ചെയ്യുന്നതിന്റെ തെളിവുകളും ഹാഷിറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്റെ അനിയൻ അവനോട് വഴക്കിടുന്നു. എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് നിനക്കൊരു യോഗ്യതയില്ലാന്ന് പറയുന്നു. നീ ഇതൊക്കെ ഉപയോഗിച്ചവനല്ലേ. എന്നാൽ ഹാഷിർ പറയുന്നുണ്ട്, ഇതൊരു തവണ ഉപയോഗിച്ചതിന്റെ അനുഭവത്തിലാ താനിത് പറയുന്നതെന്ന്. നമ്മുടെയൊക്കെ ജീവിതം നശിച്ചു പോകുമെന്നും ശരീരം തന്നെ ഇല്ലാതാകുമെന്നും താൻ എല്ലാവരും നമ്മളെ വെറുക്കുമെന്നും അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒരു തവണ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവെന്ന് പേര് കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ഉണ്ടാകും. അതൊക്കെ കേട്ടതോടുകൂടി നാഷിറിന് വിഷമം വരുന്നു. പക്ഷെ അപ്പോഴേക്കും പോലീസുകാർ വിവരമൊക്കെ അറിഞ്ഞ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൈയോടെ അവരുടെ വീട്ടിൽ നിന്ന് അത് കണ്ടെടുക്കുകയും ചെയ്തു. ഇത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഹാഷിറിന്റെ അനിയൻ പേടിച്ചു നിൽക്കുകയായിരുന്നു. ഇതുവരെയും അവന്റെ പേര് ഇതിൽ നിന്നും വന്നിട്ടില്ല. ഒരു തവണ ഓൾറെഡി തന്റെ പേര് ഇതിൽ വന്നതാണല്ലോ, ആ കുറ്റവും കൂടി താൻ ഏറ്റെടുക്കാമെന്ന് ഹാഷിർ കരുതി. ഇത് തന്റേതാണെന്ന് പറയുന്നു. പോലീസുകാര് അവനെ പിടിച്ചുകൊണ്ടുപോയി. ഗ്യാസും കൂട്ടരും ഇടപെട്ടാണ് അവനെ പുറത്തിറക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവരെല്ലാം വിഷമത്തിലാഴ്ത്തുന്ന ഒരു ന്യൂസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. വിനായകന്റെ അച്ഛൻ രാജൻ മരിച്ചു. വിനായകൻ ഹാഷിറിനെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, അച്ഛന് സീരിയസ് ആണെന്നുള്ള കാര്യം നീ എന്തിനാ മറച്ചു വെച്ചതെന്ന്. എന്നാൽ ആ സമയം നിന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ലെന്നാണ് ഹാഷിർ പറയുന്നത്. അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. മരണാനന്തര ചടങ്ങുകളൊന്നും നടത്താൻ വിനായകൻ വരില്ലായിരുന്നു. തന്റെ അച്ഛന്റെ ചിരിച്ച മുഖം മാത്രമേ അവസാനമായിട്ട്
നിർബന്ധമായിട്ടും തന്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. മരിച്ചു കിടക്കുന്ന അച്ഛനെ അവന് കാണണ്ടെന്ന് പറയുന്നു. മകൻ വരാൻ പറ്റാത്ത സ്ഥിതിക്ക് അവന്റെ കൂട്ടുകാരനായ ഹാഷിർ തന്നെ ചടങ്ങുകൾ നടത്തട്ടെ എന്ന് അവിടെ പലരും തീരുമാനിച്ചു. ആ സമയം സങ്കടത്തോടുകൂടി രാജന്റെ ചേട്ടൻ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അയാൾ ഹാഷിറിനോട് പറയുന്നുണ്ട്, താനും തന്റെ അനിയനും തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ടെന്നും അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നെന്നും. നിനക്കൊരു അനുജനല്ലേ ഉള്ളത്, ഒരു കാരണവശാലും നീ അവനുമായിട്ട് വഴക്കിടാൻ പാടില്ലെന്ന് പറയുന്നു. രാജന്റെ മരണം എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തി. വിനായകനെ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓണറാകട്ടെ ആശ്വസിപ്പിക്കുന്നു. അച്ഛന്റെ മരണവും സങ്കടവും എല്ലാം കാരണം വിനായകന് നന്നായിട്ട് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മെഡിസിൻ ഒന്നുമില്ല, ഹോസ്പിറ്റലും എല്ലാം അടച്ചിരിക്കുകയാണ്. താൻ എവിടെ നിന്നെങ്കിലും മരുന്ന് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് അലൻ അവനോട് പറയുന്നു. അലൻ പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും മരുന്നൊന്നും കിട്ടിയില്ല. ഒടുവിൽ അവനാകട്ടെ ആ പ്ലംബറിനെ കോൾ ചെയ്യുന്നു. അയാൾ മരുന്ന് തരാമെന്ന് സമ്മതിച്ചു. ഹിറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാമെന്ന് കരുതിയ UK വന്നത്. എന്നാൽ അവിടെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. പനിയും ശരീരവേദനയും സഹിക്കവയ്യാതെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിനായകൻ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ ഇല്ലാന്നും രാവിലെ ഡോക്ടർ വരൂ അതുവരെ വെയിറ്റ് ചെയ്യാനുമായിരുന്നു അവർ പറയുന്നത്. ആ തണുപ്പത്ത് അവൻ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരച്ഛനാകട്ടെ തന്റെ മകനെയും കൂട്ടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവളെ കണ്ടപ്പോൾ വിനായകന് തന്റെ അച്ഛൻ രാജനെ ഓർമ്മ വരുന്നു. അലനാകട്ടെ വീട്ടിൽ നിന്നും കോള് വരുന്നുണ്ട്. ആഷ്നയ്ക്ക് ഒരു സ്കോളർഷിപ്പ് ശരിയായെന്നും അവൾക്ക് അവൾ ആഗ്രഹിക്കുന്ന കോഴ്സ് പോയി പഠിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ അതിനൊക്കെ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. കൂടാതെ അവളിങ്ങനെ പുറത്തുപോയി പഠിക്കുന്നതിനകത്ത് അവളുടെ ഉപ്പയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് സ്കൂളിൽ നിന്നും കറങ്ങാനൊക്കെ പോയത് കാരണമായിരുന്നു അത്. ആ സംഭവത്തിന് ശേഷം അലൻ ആഷ്നയോട് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും പിണക്കത്തിൽ തന്നെയായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അലൻ ഫോൺ കട്ട് ചെയ്തു. തന്റെ ഉപ്പയും ചേട്ടനും തന്നെ തുടർന്ന് പഠിക്കാൻ അനുവദിക്കില്ല എന്ന് ആഷ്നയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങി. ആ സമയം ഹാഷിറിനെ വീണ്ടും കഞ്ചാവ് കേസിൽ പിടിച്ചതിന്റെ കാര്യം തിരക്കാൻ വേണ്ടിയിട്ട് ഹാഷിറിന്റെ ഉപ്പയുടെ സഹോദരൻ വരുന്നു. അവനെ അയാൾ കുറെ വഴക്ക് പറയുന്നുണ്ട്. ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവന്റെ അനിയനെ ഇവൻ വഷളാക്കുമെന്ന് ഹാഷിറിനെ നോക്കി അയാൾ പറയുന്നു. എന്നാൽ ഹാഷിറിന്റെ ഉമ്മ പറയുന്നുണ്ട് ആ സാധനം അവന്റെ അല്ലാന്ന് അവൻ പറഞ്ഞതെന്ന്. അവന്റെ അല്ലെങ്കിൽ അവന്റെ മരിച്ചുപോയ വാപ്പയുടേതാണോ എന്ന് അയാൾ ദേഷ്യത്തോട് ചോദിച്ചതും നാഷിദിന് ഇത് കേട്ടു നിൽക്കാൻ തോന്നിയില്ല. അവൻ അയാളുമായിട്ട് വഴക്കിടുന്നു. അത് ചേട്ടന്റെ അല്ലെന്നും തന്റെ ആണെന്നും പറയുന്നു. താനാണ് ഉപയോഗിച്ചത്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രഗ്സ് തന്റേതാണെന്ന് ചേട്ടൻ പറഞ്ഞത്. അത് കേട്ടതും അവന്റെ ഉമ്മയും ഞെട്ടി. കൂടാതെ നാഷിദാകട്ടെ ഉപ്പയുടെ സഹോദരനോട് പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് ഈ കുടുംബത്തിന് ഒരു സഹായവും ഉണ്ടായിട്ടില്ല, വെറുതെ കുറ്റം പറയാനും വഴക്ക് പറയാനും മാത്രമാണ് നിങ്ങൾ വരുന്നത്, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ട് അയാളോട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നു. മെഡിസിന് വേണ്ടി നോക്കിയിരുന്ന അലന്റെ കയ്യിൽ ആ പ്ലംബർ മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നു. നിങ്ങൾ ശരിക്കും ആരാണ്, നിങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് അലൻ ചോദിക്കുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഒരു ജീവിതമല്ലേ ഉള്ളൂ, ജീവിക്കണ്ടേ എന്ന്. അതും പറഞ്ഞ് അയാൾ പോയി. ചേട്ടനുമായിട്ടുള്ള അടിയും വഴക്കും ഒക്കെ നിർത്തിയിട്ട് നാഷിദ് ഹാഷിറിന്റെ കൂടെ കൂടി. ഹാഷിർ അവനോട് പറയുന്നുണ്ട്, അഞ്ചാവടിക്കാരനാന്നൊക്കെയുള്ള വിളി കിട്ടിക്കഴിഞ്ഞാല് ഒരിക്കലും പോകില്ല എന്നും എനിക്ക് കിട്ടിയ പോലൊരു പേര് നിനക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല എന്നും ഇതൊന്നും ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന്. താൻ ആ വഴി ഒരിക്കലും പോകില്ല എന്ന് നാഷിദും വാക്കുകൊടുത്തു. കൂടാതെ അവൻ ഷൈനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഞാനിനി ഒരിക്കലും നിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യില്ല, നിനക്ക് ഏതെങ്കിലും നല്ലൊരു പയ്യനെ കിട്ടുമെന്ന്. അജിനാകട്ടെ ഇവിടെ സിജിനോട് പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഇവിടെ പണിയെടുക്കാൻ പറ്റുന്നേന്ന്, നീ കാരണം ഞാൻ ഇവിടേക്ക് വരേണ്ടി വന്നത്. അന്ന് അച്ഛൻ എന്നോട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ സമയത്ത് നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ, നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, അവിടെ എങ്ങാനും നിന്നാ മതിയെന്ന്. ആ മെസ്സേജ് കണ്ട ദേഷ്യത്തിലാണ് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അത് കേട്ട് ചിരിച്ചുകൊണ്ട് സിജിൻ പറയുന്നുണ്ട്, നീ ഏത് ദേഷ്യത്തിലെ മെസ്സേജ് വായിച്ചതിന്റെ കുഴപ്പമാ, നീ അവിടെ നാട്ടിലെങ്ങാനും നിന്ന് പഠിച്ചാ മതി, എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് സങ്കടത്തോടു കൂടിയാ ഞാൻ നിന്റെ അടുത്ത് മെസ്സേജ് അയച്ചത്, നീ അത് തെറ്റിദ്ധരിച്ചതാണ്. അപ്പോഴാണ് ശരിക്കും അജിനും കാര്യം മനസ്സിലായത്. സിജിൻ പറയുന്നുണ്ട്, തനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല താൻ വന്നത്, പക്ഷെ നമ്മുടെ അച്ഛൻ നമ്മൾ സ്വസ്ഥമായിട്ട് നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കില്ല. അയാൾക്ക് നമ്മളെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പണിക്ക് വിട്ട് കാശുണ്ടാക്കണം, എന്നിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കണം, നാട്ടുകാരുടെ കടവും നമ്മൾ തന്നെ തീർക്കുമല്ലോ. എന്റെ ജീവിതം ഇങ്ങനെയായി, നീയെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതിയിട്ടാ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. എല്ലാം കേട്ടപ്പോൾ അജിൻ അവനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന രണ്ടുപേരുടെയും ജീവിതം നശിക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ നാട്ടിലേക്ക് പോയിക്കോ, നിനക്ക് പഠിക്കാനുള്ള കാശൊക്കെ ഞാൻ തരാം, പഠിച്ച് എന്തെങ്കിലും നല്ലൊരു ജോലി വാങ്ങ്, അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ അശലവാക്കി നീ എന്നെ പഠിപ്പിച്ചാ മതി. നിന്റെ ഏജ് ഇപ്പൊ ഓവറാകാൻ പോകുന്നത്, അതുകൊണ്ട് നീ തന്നെ ആദ്യം നാട്ടിലേക്ക് പോയിക്കോ. തന്റെ അനിയൻ തനിക്ക് വേണ്ടി സംസാരിച്ചത് കേട്ടിട്ട് സിജിന് ശരിക്കും സങ്കടം വരുന്നു. അവൻ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. പണ്ടിവർ രണ്ടുപേരും തമ്മിൽ ഓരോ കാര്യത്തിന് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. സൈക്കിൾ ഓടിക്കാൻ പോലും ആദ്യം സിജിൻ അജിന് കൊടുക്കില്ലായിരുന്നു. പക്ഷെ കുറച്ചുനേരം അജിൻ വിഷമിച്ചിരിക്കുമ്പോൾ സങ്കടം തോന്നിയിട്ട് അവൻ ഓടിക്കാൻ സൈക്കിൾ സിജിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അലനും കുറെ നാളായിട്ട് മിണ്ടാതിരുന്ന തന്റെ സഹോദരി ആഷ്നയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹം അത് പോയി പഠിച്ചോളാൻ, കാശിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ഉപ്പ വിടില്ലല്ലോ എന്ന് പറയുമ്പോ ഉപ്പയൊക്കെ താൻ സമ്മതിപ്പിച്ചോളാമെന്ന് അവൻ പറയുന്നു. UK ലൈഫ് അലനെയും കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ടായിരുന്നു. അവനും ചെറുപ്പത്തില് തന്റെ അനിയത്തിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്ന ചേട്ടനായിരുന്നു അവൻ. ഇടയ്ക്ക് എപ്പോഴോ അടിയും വഴക്കുമൊക്കെയായി. പക്ഷെ വീണ്ടും അവൻ ആ പഴയ അലനായി മാറി. ഇവിടെ വിനായകനും തന്റെ അച്ഛനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് പടക്കം പൊട്ടിച്ചിട്ട് ഓടുന്ന വഴിക്ക് ഇവന്റെ അച്ഛൻ താഴെ വീണപ്പോ കുട്ടികളെല്ലാം ചിരിക്കുകയായിരുന്നു. പക്ഷെ പേടിച്ചു പോയ വിനായകനാകട്ടെ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അച്ഛൻ എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുന്നു. അവന്റെ അച്ഛന് ഒന്നും പറ്റുന്നത് അവന് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ആ അച്ഛനെയാണ് അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ രാത്രിയിൽ കൊടും തണുപ്പത്ത് ബെഞ്ചിൽ കിടക്കുമ്പോഴും തന്റെ അച്ഛന്റെ മടിയിൽ തലചായ്ച്ച് കിടക്കുന്ന പോലെയായിരുന്നു അവന് ഫീൽ ചെയ്തത്. ഹാഷിറും നാഷിദും ചേർന്നിട്ട് വീണ്ടും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനിനെ കൊണ്ടുവന്ന് വളർത്താൻ ആരംഭിച്ചു. പഴയ പോലെ അവരിപ്പോൾ ഒന്നിനും അടികൂടാറില്ല.
കൊടുക്കാറില്ല. പിന്നീട് കാണിക്കുന്നത് ഇവർ വീണ്ടും വീഡിയോ കോളിൽ സംസാരിക്കുന്നതാണ്. അജിനാകട്ടെ ഹാഷിറിനോട് ചോദിക്കുന്നുണ്ട്, അന്ന് കല്യാണത്തിന് അടിയുണ്ടായ സമയത്ത് നീ എങ്ങനെയാണ് ആ ഷൈനയുടെ ചേട്ടനെ ഒറ്റയ്ക്ക് അടിച്ചതെന്ന്. എന്നാൽ താൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന് ഹാഷിർ പറയുന്നു. അന്ന് അവനെ അടിക്കുന്ന കണ്ടിട്ട് ആ കല്യാണം കൂടാൻ വന്ന വേറെ ചിലര് കൂടി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വാഴ ഫസ്റ്റ് മൂവിയിലുള്ള നമ്മുടെ 4 നായകന്മാരാണ്. അവരും കൂടി ചേർന്നിട്ടായിരുന്നു ഹാഷിറിനെ അടിച്ച അമീനെയും കൂട്ടരെ അടിച്ചത്. ആ സമയം ഒരാളാകട്ടെ ഒരു ലേഡിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ശരിക്കും എന്താ പ്രശ്നമെന്ന്. ആ ലേഡി പറയുന്നുണ്ട്, ആ മോൻ പപ്പടം ചോദിച്ചു, ഈ മോൻ കൊടുത്തില്ല എന്ന്. അങ്ങനെ ആ ഒരു സീനും കൂടെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.